യൂറോപ്പിനെ കൂടെ കൂട്ടാതെ തങ്ങൾക്കൊറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്ക വളരെ തന്ത്രപരമായിട്ട് യൂറോപ്പിനെ തങ്ങളുടെ ചേരിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നമുക്കറിയാം, അഫ്ഗാനെയും ഇറാഖിനെയും ഒക്കെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടിയാണ് അമേരിക്കക്കൊപ്പം ഇറാഖിനെയും അഫ്ഗാനെയും ആക്രമിക്കാൻ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇറാനെതിരായിട്ടുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ നീക്കത്തിൽ ഇതേ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ അവരെ കൂടെ കൊണ്ടുവരൽ അമേരിക്കയുടെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ യുദ്ധ ചിലവ് ഒറ്റക്ക് വഹിക്കാൻ അമേരിക്ക കഴിയില്ല. അതോടൊപ്പം തന്നെ നഷ്ടക്കണക്കുകളും ഒറ്റക്ക് വഹിക്കാൻ അമേരിക്കക്ക് പറ്റില്ല. എല്ലാവരും കൂടെ കൂടുകയാണെങ്കിൽ അത് അമേരിക്കയുടെ ഏകാധിപത്യത്തെ ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്ന് ട്രംപ് വിചാരിക്കുകയാണ്. യൂറോപ്പിനാണെങ്കിലോ ട്രംപിന് വിശ്വാസം ഈ കാര്യത്തിൽ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. യൂറോപ്പ് യുദ്ധത്തിന് ഇറങ്ങണമെങ്കിൽ അവരിൽ കൂടി ഇറാൻ ഭീകരതയും ഭീതിയും നിറയ്ക്കേണ്ടതുണ്ട്. അതിന് ട്രംപ് കണ്ട ഏക വഴിയാണ് ഇറാൻ ഇതാ യൂറോപ്പിനെയും ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന ഒരു ഭീതി പരത്തൽ. 2000-2500 കിലോമീറ്റർ ദൂരമുള്ള വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഇറാൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് തങ്ങളെയും അതോടൊപ്പം തന്നെ യൂറോപ്പിനെയും നശിപ്പിക്കാൻ പ്രാപ്തമാകുന്നതാണ് എന്നാണ് ട്രംപിന്റെ പുതിയ പ്രസംഗത്തിലൂടെ പുറത്തു വന്നത്. അമേരിക്കൻ ഭരണസിരാ കേന്ദ്രമായ വാഷിംഗ്ടണിലെ ക്യാപിറ്റൽ ഹില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ പ്രസിഡന്റ്ഷിപ്പിന്റെ രണ്ടാമത്തെ ടേമിലെ പ്രസിഡന്റ്ഷിപ്പിലെ ആദ്യ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗം കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. ആ പ്രസംഗം ഒരു ഭീരുവിന്റെ ശബ്ദത്തിനായിരുന്നു സാക്ഷ്യം വഹിച്ചത് എന്നത് മറ്റൊരു കാര്യം. ആഗോള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗം പുതിയൊരു കൊടുങ്കാറ്റിന് തിരികൊടുത്തുമ്പോൾ തന്നെ ഇറാൻ ആക്രമിക്കാൻ തങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമല്ലെന്ന് പറയാതെ പറയുന്നുമുണ്ട് ട്രംപ്. 107 മിനിറ്റ് ദൈർഘ്യം നീണ്ടു നിന്ന പ്രസംഗമായിരുന്നു. അത് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പ്രസിഡന്റിന്റെ പ്രസംഗം കൂടിയായി മാറിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ പ്രസംഗത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക തന്ത്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെയും ആഗോള വിപണിയെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. കേവലം ഒരു പ്രസംഗം എന്നതിലുപരി വരാനിരിക്കുന്ന ഒരു വലിയ സൈനിക നീക്കത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് കൂടിയായിട്ടാണ് ഈ പ്രസംഗത്തെ, ട്രംപിന്റെ പ്രസംഗത്തെ വിലയിരുത്തുന്നത്. നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, ഇറാനെ സംബന്ധിച്ചും യൂറോപ്പിന്റെ പങ്കിനെ കുറിച്ചും ട്രംപ് ഈ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. ഇസ്രയേൽ ഇറാൻ 12 ദിന യുദ്ധകാലത്ത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ വഴി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നായിരുന്നു അമേരിക്ക അവകാശപ്പെട്ടിരുന്നതെങ്കിൽ, എന്നാൽ ഇറാൻ അത് രഹസ്യമായി, അഥവാ തങ്ങൾ തകർത്ത കാര്യങ്ങളെല്ലാം ഇറാൻ രഹസ്യമായി ഇപ്പോൾ പുനർനിർമ്മിക്കുന്നു എന്നാണ് ട്രംപിന്റെ പുതിയ വാദം. ഇത് മറ്റൊരു ശക്തമായ സൈനിക നടപടിക്ക് അദ്ദേഹം കളമൊരുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാഖിൽ സദ്ദാം ഹുസൈൻ രാസായുധം നിർമ്മിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധം ഇറാഖിന് നേരെ നടത്തുന്നത്. അതേ വാദത്തിന്റെ മറ്റൊരു പതിപ്പായിട്ടാണ് ട്രംപിന്റെ ഈ ഒരു ഇറാനെ കുറിച്ചുള്ള ആരോപണത്തെയും കാണേണ്ടത്. മറ്റൊന്ന്, ഇറാനുമായി വെറും ഒരു കരാറിൽ ഒപ്പിടുക എന്നതിനേക്കാൾ ഇറാന്റെ സൈനിക ആണവശേഷി പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിന് കാരണമായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ഇറാൻ മിസൈലുകൾക്ക് അമേരിക്കയെ ആക്രമിക്കാൻ ശേഷിയുണ്ട് എന്നും യൂറോപ്പ് വരെ അത് എത്തുമെന്നുമൊക്കെയുള്ള പുതിയ പ്രഖ്യാപനം. ഇതിലൂടെ അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഭീതി പരത്തുവാനും ഇറാനിനെ ആക്രമിക്കുന്നതിലൂടെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ജനപ്രീതി വർദ്ധിപ്പിക്കുവാൻ, അഥവാ ഭയം നിറച്ച് പിന്തുണ തേടാനും ട്രംപ് ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇതേ ഭയം യൂറോപ്പിന് നൽകിയും യൂറോപ്പിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. അതിനായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാന്റെ മിസൈലുകൾ യൂറോപ്പിനെ ലക്ഷ്യം വെക്കുന്നു എന്ന മുന്നറിയിപ്പ്. ഇതൊരു അപകടകരമായ മുന്നറിയിപ്പ് കൂടിയാണ്, ഒരു തന്ത്രം കൂടിയാണ്. അതിലൂടെ യൂറോപ്പിന്റെ പിന്തുണ നേടിയെടുക്കാൻ ട്രംപ് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇറാനെതിരായ ഈ നീക്കത്തിലോ ഗാസയിലെ ഇസ്രയേൽ വംശഹത്യക്കോ യൂറോപ്യൻ യൂണിയനോ യൂറോപ്യൻ രാജ്യങ്ങളോ കൂട്ടുനിന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന്റെ ആണവ കരാറിനെ JCPOയെ പിന്തുണക്കുന്നവരുമാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മിസൈൽ ഭീഷണി ഉയർത്തി അവരെ ഇറാന്റെ ശത്രുക്കളാക്കി മാറ്റാൻ ട്രംപ് ശ്രമിക്കുകയാണ്.
ഈ യുദ്ധം ഇറാഖ് അഫ്ഗാൻ യുദ്ധം പോലെയല്ല. ഈ രണ്ട് യുദ്ധങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കക്കൊപ്പം ശക്തമായി നിലയുറപ്പിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അമേരിക്കയും ഇസ്രയേലും മാത്രമാണ് ഇറാനെതിരെ യുദ്ധത്തിനുള്ളത്. ഇത് കാര്യങ്ങൾ അമേരിക്കയിൽ മാത്രം നിക്ഷിപ്തമാക്കപ്പെടും. അഥവാ യുദ്ധ ചെലവുകൾ ഉണ്ടാകും, സൈനികരുടെ മരണങ്ങൾ ഉണ്ടാകും, അതോടൊപ്പം തന്നെ സൈനിക ഉപകരണങ്ങളുടെ തകർച്ചകളും ബാധ്യതകളും അമേരിക്കയിൽ മാത്രം നിക്ഷിപ്തമാക്കപ്പെടും. അമേരിക്ക തനിച്ച് യുദ്ധം ചെയ്യുന്നതിന് പകരം യൂറോപ്യൻ രാജ്യങ്ങളും സൈനികമായും സാമ്പത്തികമായും ഇതിൽ പങ്കുചേരണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ യുദ്ധ ചിലവുകൾ അമേരിക്ക തനിച്ചു വഹിക്കുന്നതിനെ കുറിച്ച് കുറച്ചു കൊണ്ടുവരാനും അമേരിക്കക്ക് കഴിയും. ഒരുപക്ഷെ അതിനൊരു വാക്ക് തടസ്സം കൂടി ഇതിനകത്തുണ്ട് എന്നത് മറ്റൊരു കാര്യം. നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഞങ്ങൾ എന്തിന് പണം ചെലവാക്കണമെന്ന് പണ്ട് ഇതേ ട്രംപ് തന്നെ യൂറോപ്പിനെ നോക്കി കൊഞ്ഞനം കുത്തുകയും അതോടൊപ്പം തന്നെ അവരെ ഇളിപിരാക്കുകയും ചെയ്തത് മറ്റൊരു കാര്യമുണ്ട്. അതേ യൂറോപ്പ് വീണ്ടും ഇല്ല, ആ എച്ചിത്തരത്തിന് ഞങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞ് ആ യുദ്ധത്തിലേക്ക് വരാതിരിക്കുമോ, അതല്ല അതിലേക്ക് വരുമോ എന്നൊക്കെ കണ്ടറിയേണ്ടത് മറ്റൊരു കാര്യം. മറ്റൊന്ന്, യൂറോപ്പ് ഇറാന്റെ വലിയൊരു വ്യാപാര പങ്കാളിയാണ്. യൂറോപ്പിനെ ഭീഷണിപ്പെടുത്തി ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് വഴി ഇറാന്റെ സാമ്പത്തിക നട്ടെൽ ഒടിക്കാമെന്നുകൂടി ട്രംപ് കണക്കാക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ പ്രസംഗം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ അപകടം മിസ്കാൽക്കുലേഷനാണ്. ഇറാൻ ഇതിൽ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമായി കണ്ടാൽ അവർ മുൻകൂട്ടി ആക്രമണം നടത്തിയേക്കാം എന്ന കണക്കൂട്ടലും ട്രംപ് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനൊരിക്കലും ഒരു സാധ്യതയുമില്ല. ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, തങ്ങൾ ആക്രമിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ പ്രതിരോധത്തിലേക്കും തിരിച്ചടിയിലേക്കും മുന്നോട്ട് വരികയുള്ളൂ എന്ന് UN മുമ്പാകെ ഇറാൻ പ്രഖ്യാപിച്ചതുമാണ്. യൂറോപ്പ് ഇതിൽ പങ്കുചേരാൻ വിസമ്മതിച്ചാൽ അത് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു പിളർപ്പിന് കാരണമായേക്കും എന്ന കാര്യവും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അഥവാ എല്ലാ കാലത്തും അമേരിക്കക്കും അമേരിക്കക്കൊപ്പം നിന്ന സൈനിക സാമ്പത്തിക ശക്തികളാണ് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തോട് അമേരിക്കയുടെ ആശ്രിത രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അവർ ഇതിന് എത്രമാത്രം യോജിക്കും, അതിനോട് വിയോജിക്കും? ഇനി യൂറോപ്പിലെ മുൻനിര രാഷ്ട്രങ്ങൾ അഥവാ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ പോലെ രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ മറ്റു രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അമേരിക്കയുടെ ആശ്രിത രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളെന്ന് നമ്മൾ പറഞ്ഞു, ആ ആശ്രിത രാജ്യങ്ങൾ അമേരിക്കക്ക് വേണ്ടി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ യൂറോപ്യൻ യൂണിയൻ അകത്ത് പോലും അതൊരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ മുതലെടുക്കുക, അങ്ങനെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ആക്രമണത്തിൽ നിന്ന് അമേരിക്കൻ ചേരിയിലേക്ക് പോവാതെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ മുതലെടുക്കുന്നത് റഷ്യയും ചൈനയും പോലെയുള്ള വൻ ശക്തികളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം തന്നെ നാറ്റോക്ക് ഒരു പണി കൂടി പ്രസിഡന്റ് ട്രംപ് കൊടുത്തിട്ടുണ്ട് എന്നത് നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നാറ്റോ സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ പുതിയ നിർദ്ദേശം ഇടുത്തി പോലെയാണ് വന്നിട്ടുള്ളത്. നിലവിലുള്ള 2% പകരം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5% പ്രതിരോധത്തിനായി ചെലവാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാക്കണമെന്നും പ്രസംഗത്തിൽ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിന്റെ ആയുധ ഇടപാടും കച്ചവടവും ഒക്കെ വരുന്നത് അമേരിക്കയിലേക്കാകുമ്പോൾ അമേരിക്കക്ക് എല്ലാ കാലത്തും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുമാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നതാണ് ഒരു കാര്യം. മാത്രമല്ല, ഉക്രൈനിലേക്ക് അയക്കുന്ന എല്ലാ സഹായങ്ങളും നാറ്റോ വഴി നൽകണമെന്നും അതിനുള്ള പണം സഖ്യകക്ഷികൾ പൂർണ്ണമായും അമേരിക്കക്ക് നൽകണമെന്നും അദ്ദേഹം തുറന്നു പറയുകയും കടുപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രതിമാസം 25,000 സൈനികർ കൊല്ലപ്പെടുന്ന യുക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിന് ശ്രമിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും യൂറോപ്യൻ സുരക്ഷയുടെ ഭാരം പൂർണ്ണമായും യൂറോപ്പിന് മേൽ തന്നെ കെട്ടിവെക്കാൻ കൂടിയാണ് ട്രംപിന്റെ ഈ നീക്കം എന്നത് നമ്മൾ എടുത്തു പറയേണ്ടത്. ഒരേ സമയം തന്നെ യൂറോപ്പിനെ ഭീഷണിപ്പെടുത്തുക, അതേസമയം അവരെ യുദ്ധത്തിലേക്ക് വലിച്ചേക്കുക, അതേസമയം തന്നെ യുദ്ധ ചിലവുകൾ യൂറോപ്പിന്റെ തലയിൽ കെട്ടിവെക്കുക, അതേസമയം തന്നെ എല്ലാത്തിൻ്റെയും ലാഭവിഹിതങ്ങൾ അമേരിക്ക മാത്രം കൈപ്പറ്റുക എന്ന കുടില തന്ത്രമാണ് ട്രംപ് ഇതിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. യൂറോപ്പ് ആ ഭീഷണിക്ക് വഴങ്ങുമോ വഴങ്ങാതിരിക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിലും മണിക്കൂറുകളിലും മാത്രം നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. Waytonikah.com, the exclusive Muslim matrimonial site.